ഹായ് ഓൾ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് വായിക്കാം എഴുതാം. നാം ഉയരങ്ങളെ സ്വപ്നം കാണണം, അപ്പോൾ നേട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. ഒരിക്കലും അസ്തമിക്കാത്ത സ്ഥിരോത്സാഹമാവട്ടെ നമ്മുടെ ജീവിതത്തിന് ഊർജം പകരുന്നത്. ശൂന്യാകാശത്തിൻ്റെ മാറിലൂടെ പാറിപ്പറക്കുവാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കും സാധ്യമാവുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട്. കഠിനമായ പരിശ്രമവും ലക്ഷ്യസാക്ഷാത്കാരത്തിനുള്ള അക്ഷീണമായ പ്രയത്നവും നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്നതിൽ സംശയം വേണ്ട. ജീവിതത്തിന് ലക്ഷ്യം നൽകുവാനും അത് വ്യക്തമായി നിർവചിക്കുവാനും നമുക്ക് സാധ്യമാകാതെ വരുമ്പോഴാണ് നാം പരാജയത്തിലേക്ക് നീങ്ങുന്നത്. വിജയം ധീരരായിട്ടുള്ളവർക്കായി നൽകപ്പെട്ടിരിക്കുന്നു. കൽപ്പന ചൗള. ഇത് കൽപ്പന ചൗളയുടെ വാക്കുകളാണ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നേട്ടങ്ങൾ കടന്നു വരാൻ എന്തു ചെയ്യണമെന്നാണ് കൽപ്പന ചൗള പറയുന്നത്? എ ഓപ്ഷൻ ശൂന്യാകാശത്തിൻ്റെ മാറിലൂടെ പറക്കണം. ബി ഉയരങ്ങളെ സ്വപ്നം കാണണം. സി കഠിനമായി പ്രയത്നിക്കേണ്ടതില്ല. ഡി ലക്ഷ്യം ഉണ്ടായാൽ മതി. ഇതിലേതാണ് ആൻസർ? എന്താണ് ഇതിൻ്റെ ആൻസർ? ബി ഓപ്ഷനാണ്. ഉയരങ്ങളെ സ്വപ്നം കാണണം. കൽപ്പന ചൗള പറയുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാനാകൂ എന്നതാണ്. ക്വസ്റ്റ്യനാണ് ജീവിതത്തിന് ഊർജം പകരുന്നതെന്ത്? എ ഓപ്ഷൻ അസ്തമിക്കാത്ത സ്ഥിരോത്സാഹം. ബി ഉയരങ്ങളെ സ്വപ്നം കാണൽ. സി വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്തത്. ഡി വിജയം ധീരന്മാർക്ക് ഉള്ളതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? വിജയത്തിന് ഊർജം പകരുന്നത് എന്താണ്? അസ്തമിക്കാത്ത സ്ഥിരോത്സാഹമാണ് വിജയത്തിന് ഊർജം നൽകുന്നത്. ക്വസ്റ്റ്യനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്നാണ് ചോദിക്കുന്നത്. കഠിനമായ പരിശ്രമം വിജയത്തിൽ എത്തിക്കും. സെക്കൻഡ് വൺ, ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അക്ഷീണമായ പ്രയത്നം ആവശ്യമാണ്. അപ്പം എ ഓപ്ഷൻ 1, 2 തെറ്റാണെന്നാണ് പറയുന്നത്. 1 ശരി 2 തെറ്റ് എന്നാണ് പറയുന്നത്. ബി 1ഉം 2ഉം ശരി എന്നാണ് പറയുന്നത്. സി 1 തെറ്റ് 2 ശരി എന്നാണ് പറയുന്നത്. ഡി 2ഉം ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. 1ഉം 2ഉം ശരിയാണ് അല്ലേ? കഠിനമായ പരിശ്രമം വിജയത്തിലെത്തിക്കും. അതുപോലെ തന്നെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അക്ഷീണമായ പ്രയത്നം ആവശ്യമാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരാജയത്തിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ശൂന്യാകാശത്തിൻ്റെ മാറിലൂടെ പറക്കാൻ കഴിയുന്നത് ജീവിതത്തിന് ലക്ഷ്യം നൽകാൻ കഴിയാതെ വരുന്നു. ജീവിത ലക്ഷ്യം നിർവചിക്കാൻ കഴിയാതെ വരുന്നു. ഇതിലേത് ഓപ്ഷനാണ് പരാജയത്തിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതിന്? 1ഉം 2ഉം. എ ഓപ്ഷൻ 1, 2ഉം ശരി. ബി 1ഉം 3ഉം ശരി. സി 1ഉം 2ഉം 3ഉം ശരി. ഡി 3ഉം ശരിയാണ്. അതായത് 1ഉം 2ഉം 3ഉം ശരിയാണെന്ന്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ 2ഉം 3ഉം ശരി. 2ഉം 3ഉം ശരി എന്ന് സി ഓപ്ഷനാണ്. കാരണം പരാജയത്തിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങളാണ് എന്തൊക്കെ? ജീവിതത്തിന് ലക്ഷ്യം നൽകാൻ കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ ജീവിത ലക്ഷ്യം നിർവചിക്കാൻ കഴിയാതെ വരുന്നു. ഇത് രണ്ടും പരാജയത്തിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങളാണ്. അടുത്തത്, അസ്തമിക്കാത്ത സ്ഥിരോത്സാഹത്തിന് പകരം നൽകാവുന്ന പദക്കൂട്ടം ഏത്? അസ്തമിക്കാത്ത സ്ഥിരോത്സാഹത്തിന് പകരം നൽകാവുന്ന പദക്കൂട്ടം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജീവിത ലക്ഷ്യം, അക്ഷീണമായ പ്രയത്നം, വ്യക്തമായി നിർവചിക്കൽ, ശൂന്യാകാശത്തെ പറക്കൽ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിലേതാണ് അസ്തമിക്കാത്ത സ്ഥിരോത്സാഹത്തിന് പകരം നൽകാവുന്ന പദക്കൂട്ടം? ബി ഓപ്ഷനാണ് കറക്റ്റ്. അക്ഷീണമായ പ്രയത്നം എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്തത്, കൽപ്പന 2A ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൽപ്പന ചൗള എഴുതിയ മുകളിലെ ഖണ്ഡികയ്ക്ക് ഉചിതമായ തലക്കെട്ട് നൽകൂ. എന്തുകൊണ്ട് ആ തലക്കെട്ട് നൽകിയെന്നും വിശദമാക്കും. നമുക്കൊരു തലക്കെട്ട് നൽകാം. എന്താണ് നമ്മൾ നൽകുക? നമുക്ക് എന്ത് കൊടുക്കാം? വിജയത്തിലേക്കുള്ള വഴി എന്ന് കൊടുക്കാം തലക്കെട്ട്.
എന്തുകൊണ്ടാണ് അത് കൊടുത്തത്? ഈ ഖണ്ഡികയിൽ ഉയർന്ന സ്വപ്നങ്ങൾ കാണുകയും കഠിനമായി പരിശ്രമിക്കുകയും ചെയ്താൽ വിജയം നേടാമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് വിജയത്തിലേക്കുള്ള വഴി എന്ന തലക്കെട്ട് അനുയോജ്യമാകുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ഏകശാസനന ചനവനെ ശിക്ഷിച്ചല്ലോ. ഇവിടെ ഏകശാസനൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എ. ഉപകാരം ചെയ്തയാൾ, ബി. ശോചാധികാരി, സി. കരുത്തുള്ളവൻ, ഡി. സുന്ദരൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ശോചാധികാരി എന്നതാണ്. കാരണം ഏകശാസനൻ എന്നത് ഒരാൾ മാത്രം അധികാരം കൈവശം വെച്ച് ഭരിക്കുന്ന ആളെയാണ് ഏകശാസനൻ അല്ലെങ്കിൽ ശോചാധികാരി എന്ന് പറയുന്നത്. അടുത്തത്, വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും. ഏതു കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയിലാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു എന്ന ലേഖനത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് മുകളിൽ പറഞ്ഞ വരികൾ. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ലഘു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. മാതൃഭാഷ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വികാരങ്ങളും ചിന്തകളും ഏറ്റവും സ്വാഭാവികമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. സന്തോഷം, ദുഃഖം, സ്നേഹം, ഭയം തുടങ്ങിയ വികാരങ്ങൾ നമ്മൾ പറയുന്നത് സാധാരണയായി മാതൃഭാഷയിലാണ്. മാതൃഭാഷ അറിവിനെ അനുഭവമായി മാറ്റുന്നു. അത് നമ്മെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നതിലും മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും മാതൃഭാഷയെ സ്നേഹിക്കുകയും ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. നന്ദി, നമസ്കാരം. അടുത്ത ക്വസ്റ്റ്യനാണ്. ആ രക്തം മാഞ്ഞുപോയില്ല എന്ന നോവൽ ഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് വടക്കൻ നമ്പ്യാർ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വടക്കൻ നമ്പ്യാർ. ആ രക്തം മാഞ്ഞുപോയില്ല എന്ന നോവൽ ഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് വടക്കൻ നമ്പ്യാർ. ധൈര്യവും ആത്മാഭിമാനവും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നീതിയെയും സത്യത്തെയും വിലമതിക്കുന്ന വ്യക്തിയാണ്. സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ എതിർക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായ വ്യക്തിത്വമുള്ള ആളായി ചിത്രീകരിക്കപ്പെടുന്നു. വടക്കൻ നമ്പ്യാർ തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആത്മവിശ്വാസവും ധൈര്യവും നിറഞ്ഞതാണ്. ഇങ്ങനെ നോവലിൽ വടക്കൻ നമ്പ്യാർ ശക്തമായ കഥാപാത്രമായി അവതരിപ്പിക്കപ്പെടുന്നു. അടുത്തതായിട്ട് വായനാനുഭവം എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വായനാനുഭവം തയ്യാറാക്കുക. ലൂയിസ് കരോൾ രചിച്ച ലോകപ്രശസ്തമായ ബാലസാഹിത്യകൃതിയാണ് ആലീസിൻ്റെ അത്ഭുതലോകം. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ പുസ്തകം ഭാവനയുടെ യുക്തിരഹിതമായ തമാശകളുടെയും ഒരു കലവറയാണ്. ആലീസ് എന്ന കൊച്ചു പെൺകുട്ടി ഒരു മുയൽക്കുഴിയിലൂടെ അബദ്ധത്തിൽ വീഴുന്നതും തുടർന്ന് അവൾ എത്തുന്ന വിചിത്രമായ ലോകവുമാണ് ഈ കഥയുടെ പ്രമേയം. അവിടെ അവൾ കാണുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ സാധാരണ ലോകത്തിൻ്റേതുപോലെയല്ല. സംസാരിക്കുന്ന മുയൽ, അപ്രത്യക്ഷമാകുന്ന പൂച്ച, ചായ സൽക്കാരം നടത്തുന്ന തൊപ്പിക്കാരൻ, ചീട്ടു രാജകുമാരി എന്നിങ്ങനെ വിചിത്രമായ നിരവധി കഥാപാത്രങ്ങളെ അവൾ അവിടെ കണ്ടുമുട്ടുന്നു. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. ആലീസിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും, മൃഗങ്ങൾ മനുഷ്യരെ
പോലെ സംസാരിക്കുന്നതും വായനക്കാരെ അത്ഭുതപ്പെടുത്തും. വാക്കുകൾ കൊണ്ടുള്ള കളികളും തമാശ കലർന്ന സംഭാഷണങ്ങളും ഈ കൃതിയെ വ്യത്യസ്തമാക്കുന്നു. വളരെ ലളിതവും രസകരവുമായ ശൈലിയിലാണ് കഥയെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങളെയും പെരുമാറ്റ രീതികളെയും പരിഹസിക്കുന്ന ചില വശങ്ങൾ ഇതിൽ കാണാൻ കഴിയും. മുതിർന്നവർക്ക് ഇത് ഒരു ആഘോഷ പരിഹാസ്യമായി തോന്നുമ്പോൾ കുട്ടികൾക്ക് ഇതൊരു മാന്ത്രിക ലോകമാണ്. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്ന് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്ന ഒരു അത്ഭുതയാത്രയാണിത്. വായനക്കാരുടെ ഭാവനയെ ഉണർത്താൻ സഹായിക്കുന്ന ഈ കൃതി ലോകത്തെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്.